നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രേസ് സാറാണ്. പ്ലസ് വണ്ണിലെ എല്ലാ കുട്ടികളും റെഡി ആയിട്ടിരിക്കുക. നമ്മള് കഴിഞ്ഞ ദിവസം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങി പാട്ട് പോലെ ഞാൻ പഠിപ്പിച്ചു തന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട്, അങ്ങനെ നമ്മുടെ ക്യാപ്ഷൻ തന്നെ, 1 മണിക്കൂർ കൊണ്ട് ഈ ചാപ്റ്റർ മണി പോലെ പഠിക്കാം. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു തന്നു, സാറേ പെട്ടെന്ന് ഈ ചാപ്റ്റർ തീർത്തിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് നീങ്ങണം. ഉറപ്പായിട്ടും ഞാൻ വർക്ക് എനർജി പവർ വരെയുള്ള ചാപ്റ്റർ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോം വീഡിയോസ് പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ട് നിങ്ങളുടെ ചാപ്റ്ററുകളെല്ലാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം കാണുന്ന കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ കുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പരീക്ഷ, കാരണം പബ്ലിക് എക്സാം തീരുമാനിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ജൂൺ ജൂലൈ കാണുമെന്ന്. പിന്നെ പെട്ടെന്ന് ഒരു ടെൻഷൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ നന്നായിട്ട് അങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും വേണം. ഞാൻ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കും. കാരണം നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കയറി വരാം. ജസ്റ്റ് ഞാൻ മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ മോഷൻ 1 ഡയമെൻഷൻ, മോഷൻ 2 ഡയമെൻഷൻ, മോഷൻ 3 ഡയമെൻഷൻ, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ പാട്ട് പോലെ ഇങ്ങനെ പഠിച്ചു വന്നു. ഇന്ന് നമ്മൾ അങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. ഇനി ഗിരീഷ് ഓൺലൈൻ ക്ലാസ്സിൽ കയറണം, ഫുൾ ക്ലാസ് നോട്ട്സും എല്ലാം വേണം. അങ്ങനെ വേണമെന്നുള്ളവർക്കും കൃത്യമായിട്ട് നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. കൃത്യമായിട്ട് ഞാൻ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അങ്ങനെയുള്ള കുട്ടികൾക്ക് +2ലും കണ്ടിന്യൂ ചെയ്യാം. ഒരു ടെൻഷനും ഇല്ലാതെ +2 അടിപൊളിയായിട്ട് പഠിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം. കാരണം ഏറ്റവും പരിമിതമായ ഫീസുകൾ അങ്ങനെയൊക്കെ ഉള്ളൂ. എപ്പോഴും സപ്പോർട്ട് പവറായിട്ട് നമ്മൾ കാണും. പവറേഷ് അല്ലേ, പവറേഷ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണും. അന്നേരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി എന്ന് കഴിഞ്ഞു. അടുത്തത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ വെലോസിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ അറിയാമെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. ആക്സിലറേഷനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം: ആവറേജ് ആക്സിലറേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ. എന്താണ് ഈ ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. എന്താണ് വെലോസിറ്റി ബൈ ടൈം? വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈമിന് പറയുന്ന പേരാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു പറഞ്ഞത് കേട്ടോ, വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ബൈ ടൈം, ഇതാണ് ആക്സിലറേഷൻ മെയിൻ ഇക്വേഷൻ. ആക്സിലറേഷൻ മെയിൻ ഇക്വേഷൻ ആണ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ വെലോസിറ്റി ബൈ ടൈം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള ഫിസിക്സിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ കൊച്ചു കുട്ടികളിലോട്ട് യൂണിറ്റ് ഒന്നും തെറ്റിക്കരുത്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ബൈ ടൈമിന്റെ എന്ന് പറയുന്നത് സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഉദാഹരണം 1/2/3 എന്നാണെങ്കിൽ 1/2 × 1/3 എന്ന് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ അങ്ങനെ എഴുതാം: മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 1/second. മീറ്റർ ഇൻറ്റു 1 മീറ്റർ ബൈ s ഇൻറ്റു s സ്ക്വയർ, സെക്കൻഡ് സ്ക്വയർ. മീറ്റർ ബൈ s സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പഠിക്കണം. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ അടിപൊളിയായി, ഇൻട്രോ സൂപ്പറായി. യൂണിറ്റ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി, ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. അടുത്തത് ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം അല്ലേ. ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം. നമ്മൾ ഇങ്ങനെ തന്നെയാണ് പഠിച്ചത്. കാരണം ആവറേജ് വെലോസിറ്റി ആയപ്പോഴത്തേന്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിരുന്നു. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ഞാൻ 2 വെലോസിറ്റി എടുക്കുകയാണ്, v1 v2. 2 ടൈം എടുക്കുകയാണ്, t1 t2. ഞാൻ പറഞ്ഞു ടോട്ടൽ എടുക്കുമ്പോൾ എപ്പോഴും ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇവിടെ v1 ഉം v2 ഇനീഷ്യൽ v1 ഉം ഫൈനൽ v2 ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി.
ടൈമിന്റെ ആണെങ്കിൽ ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ടോട്ടൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 ബൈ t2 മൈനസ് t1 ഈക്വൽ v2 മൈനസ് v1 ന് നമുക്ക് ഡെൽറ്റ വി, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറയാണ് a2 മൈനസ് a1 ന് നമുക്ക് ഡെൽറ്റ a എന്ന് എഴുതാം, b2 മൈനസ് b1 ന് നമുക്ക് ഡെൽറ്റ b എന്ന് എഴുതാമെങ്കിൽ സ്വാഭാവികമായിട്ടും v2 മൈനസ് v1 ആണ്. v2 ൽ നിന്ന് v1 കുറയ്ക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയ ചേഞ്ച് ആണ്, വിക്കുള്ള ചേഞ്ച് ആണ്. ആ ചേഞ്ചിനെ നമുക്ക് ഡെൽറ്റ വി എന്ന് എഴുതാം. സ്മോൾ ചേഞ്ച് ആണ് ഡെൽറ്റ. ബൈ t2 മൈനസ് t1 നമുക്ക് ഡെൽറ്റ t എന്ന് എഴുതാം. അന്നേരം ഇതാണ് നമ്മുടെ ഉത്തരം. അന്നേരം ആവറേജ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 ബൈ t2 മൈനസ് t1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ v ബൈ ഡെൽറ്റ t. സാറിന് ഇങ്ങനെയൊക്കെ പറയും, ഞങ്ങൾക്ക് പഠിക്കാൻ പാടാണ്. ഒരു പ്രയാസമില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഞാൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറഞ്ഞു. അന്നേരം കാണുന്ന വെലോസിറ്റി അല്ലെ അന്നേരം കാണുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. എന്താണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ? ദി ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ. അന്നേരം കാണുന്ന ആ ഇൻസ്റ്റന്റിൽ കാണുന്ന ആക്സലറേഷൻ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. The acceleration of a particle at any instant of its motion is known as instantaneous acceleration. Instantaneous acceleration ഉള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പം തൽക്കാലത്തേക്ക് വേണ്ട, പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ നോട്ടിലേക്ക് കൊടുക്കാറുള്ളതാണ്, പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. അന്നേരം ആ ഡെഫിനിഷൻ മാത്രം ഓർത്തിരിക്കുക. അടുത്തത് യൂണിഫോം ആക്സലറേഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ യൂണിഫോം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൂളിൽ എല്ലാവരും ഒരേപോലെ ഡ്രസ്സാണ് എന്ന് പറഞ്ഞാൽ ഒരേ യൂണിഫോമാണ്. യൂണിഫോം എന്ന് പറഞ്ഞാൽ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം. അന്നേരം ഈക്വൽ വെലോസിറ്റിയും ഈക്വൽ ടൈമും ഉണ്ടെങ്കിൽ അത് യൂണിഫോം ആക്സലറേഷൻ. നമുക്ക് ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാം. എ പാർട്ടിക്കിൾ ഈസ് സെറ്റ് ടു മൂവ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. ഒരു പാർട്ടിക്കിൾ യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ ഇഫ് ഇറ്റ് മേക്സ് ഈക്വൽ വെലോസിറ്റീസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. ഇഫ് ഇറ്റ് മേക്സ് equal velocities in equal intervals of time. ഇനി നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞു വന്നേ, a particle is set to move with uniform acceleration if it makes equal velocities in equal intervals of time. നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ മോഷൻ സ്ട്രേറ്റ് ലൈനിലെ അടിപൊളിയായില്ലേ, മാസായില്ലേ, പവറിഷ് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാ കുട്ടികൾക്കും എപ്പോഴും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഡെറിവേഷൻസ് ആണ്. അതായത് ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത കൈനമാറ്റിക് ഇക്വേഷൻസ്. ആ ഇക്വേഷൻസ് നമുക്ക് 3 ന്യൂട്ടന്റെ ഇക്വേഷൻ ഉണ്ട്, ഒരെണ്ണം ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 4 നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിപ്പിക്കുന്ന വളരെ കാര്യമായി വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക. പവർ വരട്ടെ. ഓക്കെ വാ. അടുത്തത് നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ചെറിയ തുടക്കം നമുക്ക് ആവശ്യമുള്ളതാണ്. കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. കൈനറ്റിക് എന്നൊക്കെ പറഞ്ഞ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് വേണ്ടിയുള്ള ഇക്വേഷൻസ് ന്യൂട്ടൺസിന്റെ ഇക്വേഷൻ ആണ്. നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് മുമ്പ് നമുക്ക് ഈ ഡയഗ്രത്തിലേക്ക് ഒന്ന് ഓടിച്ചെല്ലാം. വളരെ സിമ്പിൾ ആയ ഒരു ഡയഗ്രാം. OX എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. OX എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ. അതിനകത്തൊരു പാർട്ടിക്കിൾ ആണ് A റെസ്റ്റിലാന്ന് വിചാരിക്കും. നിങ്ങളിപ്പോൾ ഒരു കാർ നിർത്തിയിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t=0. കാർ നിർത്തിയിട്ടേക്കാണ്, നമ്മുടെ കാർ പോർച്ച് കിടക്കാണ് കാർ എന്ന് വിചാരിക്കുക. അന്നേരം t= അവിടുത്തെ ടൈം എന്ന് പറയുന്നത് t=0. അന്നേരം A എന്ന് പറയുന്ന പാർട്ടിക്കിൾ അതിന്റെ ടൈം എന്ന് പറയുന്നത് t=0. അന്നേരം അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് x0. എപ്പോഴും എക്സിന് താഴെ സഫിക്സ് ആയിട്ട് മാത്രമേ 0 എഴുതാവുള്ളൂ. എക്സിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചേർത്ത് കൂട്ടുകാരനായിട്ട് സെയിം ആയിട്ട് എഴുതരുത്. അന്നേരം x0 എന്ന് എഴുതുക. അന്നേരം അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v0. ഞാൻ ഒന്നുകൂടെ പറയാം. OX എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതിനകത്ത് A എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിന്റെ ടൈം എന്ന് പറയുന്നത് t=0. അന്നേരം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x0, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v0. ഓക്കെ. ഈ A എന്ന് പറയുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ബിയിലെത്തി. അന്നേരം അതിനുള്ള ടൈം എന്ന് പറയുന്നത് t=t. ഫൈനൽ ടൈമാണ്. ഞാൻ ഈ വണ്ടി ഒരിടത്തുനിന്ന് എടുത്തിപ്പോ എറണാകുളത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഫൈനലാണ്. ആ പാർട്ടിക്കിൾ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ ടൈം എന്ന് പറയുന്നത് t=t. അന്നേരം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് xt. അന്നേരം കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് vt.
ഇവിടെ നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, x0 എന്ന് പറയുന്നത് എപ്പോഴും ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്താണ്? ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. v0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ xt എന്തുമായിരിക്കും? ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. vt എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. xt എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡിസ്പ്ലേസ്മെന്റും vt എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിനാണ്. അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഈ ഡയഗ്രം നിങ്ങൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ഞാൻ ന്യൂട്ടൺ ഇക്വേഷൻ നിങ്ങളെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ആദ്യത്തെ ന്യൂട്ടൺ ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് v = u + at. അവിടെ നമുക്ക് പരിചയപ്പെടണം കുറെ പേര്. കാരണം വിയും യുവും വെലോസിറ്റി ആണ്. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയും u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. a എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്, t എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ഇതിന് പകരം നമുക്കൊന്ന് എടുത്തു നോക്കാം. vക്ക് പകരം നമുക്ക് vt എന്ന് കൊടുക്കാം. കാരണം ഫൈനൽ വെലോസിറ്റി അല്ലേ v, ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് vt. u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, അതിന് പകരം നമുക്ക് v0 എന്ന് കൊടുക്കാം. പ്ലസ് aക്കും tക്കും ഞാൻ മാറ്റമൊന്നും വരുത്തില്ല. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. പല സ്കൂളുകളിലും പല ടെക്സ്റ്റുകളിലും പല മെത്തേഡുകളിലാണ് പ്ലസ് 1. ഇപ്പം vക്ക് പകരം നമുക്ക് v2 എന്ന് കൊടുക്കാം, യുവിന് പകരം v1 എന്ന് കൊടുക്കാം. v2 = v1 അങ്ങനെ എടുക്കുന്ന സ്കൂളുകളാണ്. അങ്ങനെ പല ലെറ്റേഴ്സ്, അതിനൊന്നും കാര്യമില്ല. ഫൈനൽ റിസൾട്ട്, ഫൈനൽ ഔട്ട്പുട്ട് പക്ക പെർഫെക്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഇക്വേഷൻ ഇതായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുള്ള s = ut + ½ at². s = ut + ½ at². എസിനെ ഞാൻ എസ് പോലെ തന്നെ നിർത്തുന്നു. യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? v0 എന്ന് കൊടുക്കാം. കാരണം ഇനീഷ്യൽ വെലോസിറ്റി ആണ് v0 t + ½ at². അത് ഇങ്ങനെ ഡെറിവ് ചെയ്യാൻ മതി. s = v0 t + ½ at². അടുത്തത് മൂന്നാമത്തെ റിലേഷൻ നിങ്ങൾക്ക് അറിയാം. ഈ റിലേഷന്റെ ഒരു പേരുണ്ട്, അത് നമുക്ക് ഡെറിവ് ചെയ്യാൻ പറയാം. v² = u² + 2as. v² എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് vt². vt² = u² എന്ന് പകരം v0² + 2as. അതുപോലെ തന്നെ കിടന്നോട്ടെ, ഇങ്ങനെ ഇടാം. ഈ മൂന്ന് റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തിടണം. ഡിറൈവ് ചെയ്യുമ്പം അതിന് ഓരോ പേരുകളോട് വരും. ഒന്നില്ല ആ പേരിൽ നിങ്ങൾ പലപ്പോഴും സംശയം ഇതെങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതൊക്കെ നമുക്ക് പറയാം. ഇത് ഇങ്ങോട്ട് മാറ്റിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് മനസ്സിലായി. ഇതിന്റെ ഞാൻ ഒരു ടിപ്പ് കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം യുവിന് പകരം എപ്പോഴും v0, vക്ക് പകരം എപ്പോഴും vt. ഈ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ, ബാക്കി എല്ലാം സെയിം പിച്ചാണ്. അന്നേരം നമ്മൾ ഇനി ഓരോ ഇക്വേഷൻ ഡെറിവ് ചെയ്യാൻ പോകണം. ഇപ്പൊ തന്നെ ഇതിനകത്ത് 1, 2, 3 ഇക്വേഷൻ ഉണ്ട്. അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഡെറിവേഷൻ NCERT അത് കിടപ്പുണ്ട്, അതുകൂടെ നമുക്ക് ഡെറിവ് ചെയ്യണം. നിങ്ങൾ കമന്റ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്, നിങ്ങളുടെ കമന്റ്സ് ആണ് നമുക്ക് കൂടുതൽ പവർ അല്ലെങ്കിൽ എനർജി വരുന്നത്. ഉറപ്പായിട്ട് രേഖപ്പെടുത്തണം. അന്നേരം നമുക്കിനി ഓരോ ഇക്വേഷനിലേക്ക് ഡെറിവ് ചെയ്യാം. ഓക്കെ വാ, നമുക്ക് ഓരോ ഇക്വേഷൻസിലേക്ക് ഡെറിവ് ചെയ്യുന്നതാണ് അല്ലെ. നമ്പർ 1 നമ്മൾ ആദ്യത്തെ ഇങ്ങനെ നമ്മൾ പഠിച്ചായിരുന്നു, v = u + at. അതിനി അങ്ങനെ വേണമെന്നില്ല. vt = v0 + at. ഇവനെ നമുക്ക് മാറ്റിയിട്ട് ഞാൻ എങ്ങനെ കിട്ടിയത് മാത്രമാണ്. vt = v0 + at എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഈ റിലേഷനെ പറയുന്ന പേര് വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിറൈവ്. വെലോസിറ്റി ടൈം റിലേഷൻ vt = v0 + at നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടണം. അത് ഞാൻ തുടങ്ങുന്ന ഇതാണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പഠിച്ചതാണ്, വെലോസിറ്റി ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ആക്സലറേഷൻ ഉണ്ടെങ്കിലോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആക്സലറേഷൻ = രണ്ട് വെലോസിറ്റി ഇവിടെ ഉണ്ട്. v0 vt എന്ന് പറഞ്ഞ രണ്ട് വെലോസിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. a = ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v0 vt രണ്ട് വെലോസിറ്റി ഉണ്ടെങ്കിൽ ചേഞ്ച് എപ്പോഴും എടുക്കുന്നത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇവിടെ v0 ഉം vt ഉം രണ്ട് വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഏതാണ്? vt. ഇനീഷ്യൽ ഏതാണ്? v0.
നമുക്ക് ഫൈനൽ വെലോസിറ്റി vt മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി v0 ബൈ ടൈം t. അതിൽ നിന്ന് vt മൈനസ് c0 is equal to a into t അല്ലേ? അതിൽ നിന്ന് vt is equal to at plus c0. എല്ലാ സ്റ്റെപ്പും കൊച്ചുപിള്ളാരോട് എഴുതി തരാണ് കേട്ടോ. അതിൽ നിന്ന് vt is equal to v0 plus at. കഴിയും. vt is equal to v0 plus at കിട്ടിയില്ലേ? vt is equal to v0 plus at. അന്നേരം പടാന്ന് കഴിഞ്ഞു നമ്മുടെ ആദ്യത്തെ റിലേഷൻ വെലോസിറ്റി ടൈം റിലേഷൻ 1 2 3 4 5. അതിരിക്കുന്ന ഒരാൾക്ക് പോലും മനസ്സിലായില്ല എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ വേണം എന്ത് പഠിക്കാൻ, ഫിസിക്സ് പഠിക്കാൻ. അങ്ങോട്ടുള്ള എത്ര വലിയ ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്ത റിലേഷൻ പഠിക്കുമ്പോഴും വലിയ ബ്രഹ്മാണ്ഡ റിലേഷൻ എന്നൊക്കെ പറയുന്ന റിലേഷനാണ് ഡെറിവ് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ മണി പോലെ ഡെറിവ് ചെയ്യും. അന്നേരം അടുത്ത റിലേഷനിലേക്ക് ഓക്കെ. അന്നേരം നമ്മൾ ആദ്യത്തെ റിലേഷൻ ഡെറിവ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട്. രണ്ടാമത്തെ റിലേഷൻ 2 is equal to ut plus half at square. ഇതിനെ നമ്മളൊന്ന് മാറ്റിയായിരുന്നു. is equal to u ന് പകരം v0t plus half at square എന്നാക്കാം അല്ലേ? അത് നമുക്ക് ഇതിനി വേണ്ട, ഞാൻ വൃത്തിയിടാക്കി അല്ലേ? ഈ മഷി ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. is equal to v0t plus half at square. ഈ റിലേഷൻ പറയുന്ന പേര് പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. പൊസിഷൻ ടൈം റിലേഷൻ ഡെറിവ് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം. ആദ്യം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ s എന്ന് എടുക്കുന്നു, ഡിസ്പ്ലേസ്മെന്റ് x എന്ന് എടുക്കുക. ഇവിടെ വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സിമ്പിൾ. അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. s ഈസ് ഈക്വൽ ടു v ഇൻടു t. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആവറേജ് വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ പല രീതിയിൽ സഞ്ചരിക്കും. ചിലർ 20 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കും ബൈക്കിലൊക്കെ ആണെങ്കിൽ. സൈക്കിളൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ്, കാരണം അത്രയ്ക്ക് പതുക്കെ ഓടിക്കുന്നു. ചിലരുണ്ട് ഒരു 50 കിലോമീറ്റർ 40 കിലോമീറ്റർ, അത് ഒരു കറക്റ്റാണ്, അതിനെയാണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ചിലർ ഹൈ സ്പീഡ് ഹൈ വെലോസിറ്റി 100 120, അത് ഡേഞ്ചറാണ് എപ്പോഴും. ഒരു പാർട്ടിക്കിൾ ആവറേജ് വെലോസിറ്റിയിൽ സഞ്ചരിച്ചാൽ, if a particle moves with average velocity, equation വ്യത്യാസം വരും. is equal to average velocity into time. ഇവിടെ ആവറേജ് എടുക്കുന്നത് എയും ബിയും ആവറേജ് എടുക്കണമെങ്കിൽ a plus b by 2. എയും ബി ഉണ്ടെങ്കിൽ a plus b by 2 നമ്മുടെ രീതിയിൽ തന്നെയാണ്. അന്നേരം ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വെലോസിറ്റി ഉണ്ട്, v0 vt. അങ്ങനെയാണെങ്കിൽ ആവറേജ് എടുക്കുന്നത് എങ്ങനെയായിരിക്കാം? s is equal to v0 plus vt by 2 average velocity into time. ഈ ടൈം ഉണ്ട് t. is equal to v0 plus vt by 2 into t. ഓക്കെ. ഇനി ഒരു കാര്യമുണ്ട്, ബട്ട്. എന്ത് ബട്ട്? vtക്ക് പകരം ആദ്യത്തെ ഇക്വേഷൻ പഠിച്ചില്ലേ? vt is equal to v0 plus at. ആദ്യത്തെ വെലോസിറ്റി ടൈം റിലേഷൻ vt is equal to v0 plus at. അപ്പോൾ നമുക്ക് ഈ vtക്ക് പകരം ഇവനെ കൊടുക്കാം. എന്ത് വരും? s is equal to v0 plus vtക്ക് പകരം v0 plus at by 2 into t. s is equal to v0 plus v0 2v0 plus at by 2 into t. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? a plus b by 2 എന്ന് പറയുന്നത് a by 2 plus b by 2. a by 2 plus b by 2. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഇനി ഇങ്ങോട്ട് എഴുതാം, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. s is equal to ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേ 2v0 by 2 plus at by 2 into t into t. ഓക്കെ. ഇനി 2v0 by 2 2 cancel. s is equal to v0 plus at by 2 into t. ഓക്കെ. ഇനി ആകത്തോട്ട് t കൊണ്ട് ഈ രണ്ട് ടേമിനെ ആകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. s is equal to v0t plus at square by 2
കിട്ടിപ്പോയി. ഇനി ഫൈനൽ ഇക്വേഷൻ s is equal to v0t plus at square by 2 എന്ന് പറഞ്ഞാൽ 1/2 at square. ഇതെല്ലാം നമുക്ക് കിട്ടണ്ടേ? s is equal to v0t plus half at square അല്ലേ? നോക്കി കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വാസം. അന്നേരം ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. നിങ്ങൾക്ക് സുഖമായിട്ട് ഡിറൈവ് ചെയ്ത് വരാം. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ റിലേഷൻ, ആ റിലേഷന്റെ പേരെന്തോന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ റിലേഷൻ ഏതായിരുന്നു? വെലോസിറ്റി ടൈം റിലേഷൻ. രണ്ട് പൊസിഷൻ ടൈം റിലേഷൻ. അടുത്ത മൂന്നാമത്തെ റിലേഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ റിലേഷൻ നമുക്ക് ഏതാണെന്നറിയാം, പേര് അറിയത്തില്ലെന്നേ ഉള്ളൂ. അതോടെ ഡെറൈവ് ചെയ്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഒരെണ്ണം ഡെറൈവ് ചെയ്ത് കംപ്ലീറ്റ് ആക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? പട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആഴ്ച കൊണ്ട് ഈ ചാപ്റ്റർ തീർത്തിട്ട് അടുത്ത വേറൊരു ചാപ്റ്റർ വർക്ക് എനർജി പവർ ചെയ്യാൻ തീർന്നിരിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് കയറാം. അന്നേരം ഇതൊന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം. അന്നേരം ഈ രണ്ട് റിലേഷനോടെ പഠിക്കാൻ ഒരുങ്ങിയിരുന്നുള്ളൂ കേട്ടോ. അടുത്ത റിലേഷനിലേക്ക് നമ്മൾ ആദ്യത്തെ രണ്ട് റിലേഷൻ കഴിഞ്ഞ് വെലോസിറ്റി ടൈം റിലേഷൻ, പൊസിഷൻ ടൈം റിലേഷൻ, ഈ രണ്ടെണ്ണവും പഠിച്ചിരിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ റിലേഷൻ വളരെ ഈസിയാണ്. ലാസ്റ്റ് ഇച്ചിരി വ്യത്യാസമാണ്. മൂന്നാമത്തെ റിലേഷൻ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. യു സ്ക്വയറിന് ഇപ്പുറത്ത് നീങ്ങുകൊണ്ട് വരും വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as അല്ലേ? അതിനെ നമുക്ക് ഈ കൈനമാറ്റിക് ഇക്വേഷൻ ഇപ്പോഴത്തെ നമ്മുടെ രീതിയിൽ എഴുതിയാൽ വിക്ക് പകരം vt സ്ക്വയർ മൈനസ് v0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. എന്നിട്ട് നമുക്ക് ഇവനെ രണ്ടിനെയൊക്കെ തട്ടാം. തട്ടി 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 ഓക്കെ. എന്നിട്ട് നമുക്ക് ഇവനൊരു പേര് കൊടുക്കാം. തേർഡ് വൺ പൊസിഷൻ വെലോസിറ്റി. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. എന്ത് രസമാണ് ദൈവമേ, ഇതൊക്കെയാണല്ലോ പാടെന്ന് പറഞ്ഞിരുന്നത് അല്ലേ? വെലോസിറ്റി ടൈം റിലേഷൻ vt സ്ക്വയർ മൈനസ് v0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. ഇനി ഇതെങ്ങനെ ഡിറൈവ് ചെയ്യുന്നു നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ഇക്വേഷനിൽ നിന്ന് ചേർത്ത് വെക്കുന്നത് അതുകൊണ്ട് എളുപ്പമായിരിക്കും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു രണ്ട് വെലോസിറ്റി ഉണ്ട് v0 vt എങ്കിൽ എങ്ങനെയാണ് ചേഞ്ച് എടുക്കേണ്ടത്? vt മൈനസ് v0 ബൈ t. അതിൽ നിന്ന് vt മൈനസ് v0 ഈസ് ഈക്വൽ ടു at ആണ് ഇക്വേഷൻ നമ്പർ 1 ആയി. vt മൈനസ് v0 ഈസ് ഈക്വൽ ടു at. സിമ്പിൾ. ഓക്കെ. അടുത്ത ഇപ്പം നമ്മൾ പഠിച്ചതുപോലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻടു ടൈം. ഇതെല്ലാം പഠിച്ചോ. ഒരു ബാക്കിയുള്ള ആവറേജ് വെലോസിറ്റി സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു s is equal to average velocity into time. s is equal to average velocity നമുക്ക് എങ്ങനെ എടുക്കാം? രണ്ട് വെലോസിറ്റി ഉണ്ടെങ്കിൽ v0 plus vt by 2 into t. ഓക്കെ. s is equal ഇവിടെ നമുക്കൊരു ചെറിയ ചേഞ്ച് വരുത്താം. v0 plus vt. അതിനെനിക്ക് vt plus v0 എന്ന് എഴുതിയാൽ ശരിയല്ലേ? കാരണം a plus b എന്ന് പറയുന്നത് തന്നെയാണ് b plus a. അങ്ങനെ v0 plus vt നമുക്ക് എങ്ങനെ എഴുതാം? vt plus v0 ഒരു കുഴപ്പമില്ല. കാരണം 1 plus 2 എന്ന് പറയുന്നത് 2 plus 1 by 2 into t. അതിൽ നിന്ന് vt plus v0 ഈക്വൽ രണ്ട് ഈ 2 ഇങ്ങോട്ട് പോകും കേട്ടോ. s ന്റെ കൂട്ടത്തിൽ ക്രോസ് മൾട്ടിപ്ലൈ 2s by t. അത് ഇക്വേഷൻ നമ്പർ 2. അടിപൊളിയായില്ലേ? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. ഇനി രണ്ടുകൂടെ അങ്ങ് ഒരുമിച്ച് നല്ല രസമായിട്ട് vt മൈനസ് v0 ഈസ് ഈക്വൽ ടു at ഇക്വേഷൻ നമ്പർ 1. vt പ്ലസ് v0 ഈസ് ഈക്വൽ ടു 2s by t ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ ഒരുമിച്ച് എഴുതി, രണ്ടുപേരുടെ ഒരുമിച്ച് എഴുതി. എന്നിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് എഴുതാൻ പോവാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. Multiplying on the same side. Multiplying on the same side. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളതിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്. സെയിം സൈഡ് നിങ്ങൾ എങ്ങനെയാ സാറേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? പറഞ്ഞാലേ ഇപ്പം ഉദാഹരണം a is equal to b, c is equal to d. ഇതല്ലേ സെയിം സൈഡ്? ഇത് ഇതിന്റെ സെയിം സൈഡ്. സെയിം സൈഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ac is equal to bd. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ vt minus v0 is equal to at, vt plus v0 is equal to 2s by t. സെയിം സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാ.
വി ടി മൈനസ് വി സീറോയും വി ടി പ്ലസ് വി സീറോയും. അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. വി ടി മൈനസ് വി സീറോ ഇൻറ്റു വി ടി പ്ലസ് വി സീറോ ഈക്വൽ ഈ സൈഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എ ടി ഇൻറ്റു 2s ബൈ ടി. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അടിപൊളി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഈക്വൽ ഇവിടെ ഒരു ടിയും ടിയും അങ്ങ് കിട്ടിപ്പോയി. എ ഇൻറ്റു 2s എന്ന് പറഞ്ഞാൽ 2as. കഴിഞ്ഞ പൊന്നെ കഴിഞ്ഞു. അടിപൊളി. വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഈ റിലേഷൻ പറയുന്നവര് പൊസിഷൻ വെലോസിറ്റി ടൈമിൽ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ നമ്മള് 3 കിടുകാച്ച റിലേഷൻ പഠിച്ചു. വെലോസിറ്റി ടൈം റിലേഷൻ, പൊസിഷൻ ടൈം റിലേഷൻ, പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. അതും കൊണ്ട് നമ്മൾ നിർത്തുവോ? ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി പഠിച്ച പോലെ എഴുതി പഠിക്കണം കേട്ടോ. ഏറ്റവും ബെസ്റ്റ് ടിപ്പ് ഇൻ ദി വേൾഡ്. ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾ നന്നായിട്ട് എഴുതി പഠിച്ചാൽ നിങ്ങളുടെ മെമ്മറി ബ്രെയിൻ കുതിച്ചങ്ങ് കയറും. മാക്സിമം എഴുതി പഠിക്കണം. ഇക്വേഷൻസ് ഒന്നും വായിച്ചു പഠിച്ചാലൊന്നും ഒരിക്കലും നമുക്ക് നിൽക്കത്തില്ല. നന്നായിട്ട് എഴുതി പഠിക്കണം. ഇനി നമ്മൾ അടുത്തയിലോട്ടാണ് പോകുന്നത്. വേറൊന്നുമല്ല, ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ബോറായിപ്പോകും, ഒരുപാടായിപ്പോകും. നമുക്ക് അടുത്ത ദിവസം ഒരു 2 വീഡിയോ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് ഫിനിഷ് ചെയ്യും. കാരണം അടുത്തത് വേറെ ഒന്നുമല്ല, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ പർട്ടിക്കുലർ സെക്കൻഡ്. ഒരു പർട്ടിക്കുലർ സെക്കൻഡിലുള്ള എന്ത് സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. പ്രൂവ് ചെയ്തെടുക്കണം. പ്രൂഫാണ്, പ്രൂവ് ചെയ്തെടുക്കണം. പക്ക. ഓക്കെ ഓക്കെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ ലാസ്റ്റ് ഡെറിവേഷൻ മാത്രമല്ല, ഇതിനകത്തെ ലാസ്റ്റ് ഡെറിവേഷൻ ആണ്. 4 ഡെറിവേഷൻ 3 ഡെറിവേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 4ാമത്തത് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ ഡാൻസ് ചെയ്യുന്ന പോലെ കറക്റ്റ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ പർട്ടിക്കുലർ സെക്കൻഡ്. അല്ലെങ്കിൽ എന്ത് സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ഫൈനൽ ഇക്വേഷൻ ഇതാണ്. Sn is equal to v0 plus n minus half into a. ഇങ്ങനെ കിട്ടണം. Sn is equal to v0 plus distance traveled in nth second. അതാണ് Sn is equal to v0 plus n minus half into a. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ, കിട്ടണം. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ല. S is equal to v0t plus half a t square. ഇവനെ തന്നെ നമുക്ക് ഇങ്ങനെ പിടിക്കാം. ഈ റിലേഷൻ നമുക്ക് തുടങ്ങാം. അന്നേരം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ടൈം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? സിമ്പിൾ, ടി ആണ്. അന്നേരം ഇവിടെ എന്ത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ടൈം ഡിനോട്ട് ചെയ്യുന്നത് n ആണ്. അന്നേരം ഈ എസ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് എന്ത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എസ് എൻ എന്ന് എഴുതാം. എസ് എൻ കണ്ടുപിടിക്കുന്ന ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചാണെങ്കിൽ എളുപ്പമാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് in n second minus distance traveled in n minus 1 second. ഇതാണ് റിലേഷൻ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n second മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n minus 1 second. ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് തുടങ്ങാം. Sn is equal to ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n സെക്കൻഡ്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. n സെക്കൻഡ് ആണ്. ഇവിടെ ടൈം എന്ന് പറയുന്നത് t ആണ്. ആ ടിയുടെ സ്ഥാനത്തല്ലേ n കൊടുക്കുക. മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n minus 1 സെക്കൻഡ് ആകുമ്പോൾ നിങ്ങൾ ടിക്ക് പകരമല്ല n minus 1 കൊടുക്കുക. എന്നിട്ടൊന്ന് പറഞ്ഞേ, Sn is equal to v0n പ്ലസ് ആദ്യം ടിക്ക് സ്ഥാനം എല്ലാം n എന്ന് കൊടുക്കുക. ഹാഫ് a n സ്ക്വയർ. എന്ത് രസം, ടിക്ക് പകരം n കൊടുത്തു. പിന്നെ മൈനസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ n minus 1 സെക്കൻഡ്. അന്നേരം ടിക്ക് പകരം n minus 1 കൊടുക്കുക. v0n minus 1 പ്ലസ് ഹാഫ് a into n minus 1 the whole square. ഓക്കെ വാ. Sn is equal to, ഇനി നമുക്ക് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സർജറി പോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. ഇങ്ങനെ കാരണം ഇതാണ് കിട്ടേണ്ടത്. v0 n plus half n v0 n
പ്ലസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് വി സീറോ കൊണ്ട് നമ്മൾ അതോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ വി സീറോ എൻ മൈനസ് വി സീറോ പ്ലസ് ഹാഫ് എ ഇൻറ്റു എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് വി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം എൻ സ്ക്വയർ മൈനസ് 2n പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അല്ല ക്ലോസിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, ഓപ്പണിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കും. അടുത്തത് Sn is equal to v0n plus half a n square minus v0n minus v0 plus അവിടെ ശ്രദ്ധിക്കണം സ്റ്റെപ്പാണ്. ഈ ഹാഫ് എ കൊണ്ട് നമുക്ക് ഈ മൂന്ന് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ നോക്കിയോ ഹാഫ് എ ഇൻറ്റു എൻ സ്ക്വയർ ഹാഫ് എ എൻ സ്ക്വയർ പ്ലസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അന്നേരം പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ഹാഫ് എ ഇൻറ്റു 2n. അന്നേരം ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരും. ഹാഫ് എ ഇൻറ്റു 2n 2 ഇൻറ്റു ഒന്ന് വെട്ടിപ്പോയി, അന്നേരം മൈനസ് എ എൻ. അതിനകത്ത് സംശയം വേണ്ട. പ്ലസ് ഹാഫ് എ ഇൻറ്റു മൈനസ് 12 ഹാഫ് ഹാഫ് വെട്ടിപ്പോയി മൈനസ് എ പ്ലസ് ഹാഫ് എ ഇൻറ്റു 1 പ്ലസ് ഹാഫ് എ. അതിനകത്ത് കൺഫ്യൂഷനേ ഇല്ല. ഓക്കെ വാ Sn is equal to v0n plus half a n square minus മൈനസ് കൊണ്ട് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എല്ലാത്തിനും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പാ. മൈനസ് ഇൻറ്റു വി സീറോ എൻ മൈനസ് വി സീറോ എൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വി സീറോ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഹാഫ് എ എൻ സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എ എൻ ഹൈ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഹാഫ് എ. കണ്ടോ അടിപൊളിയായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പാണ് വെട്ടിക്കളിക്കുക, ക്യാൻസൽ ചെയ്യാനുള്ള സ്റ്റെപ്പ്. നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? വി സീറോ എൻ മൈനസ് വി സീറോ പ്ലസ് മൈനസ് വലിയ ക്യാൻസൽ ആണ്. വി സീറോ എന്നും മൈനസ് വി സീറോ എന്നും ക്യാൻസൽ. ഹാഫ് എ എൻ സ്ക്വയറും മൈനസ് ഹാഫ് എ എൻ സ്ക്വയറും ക്യാൻസൽ. ബാക്കി എന്തൊക്കെ വരും? Sn is equal to ഇവിടെ ഒരു വി സീറോ പ്ലസ് ബാക്കി എ എൻ മൈനസ് ഹാഫ് എ. ഇത്രയേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് വി സീറോ പ്ലസ് എ എൻ മൈനസ് ഹാഫ് എ. Sn is equal to വി സീറോ പ്ലസ് എ എൻ മൈനസ് ഹാഫ് എ. നമുക്ക് കോമൺ ആയിട്ട് എന്തെടുക്കാം? എ എടുക്കാം. വി സീറോ പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ്. ഓക്കെ Sn is equal ആണ് ഇങ്ങോട്ട് അങ്ങ് എഴുതുകയാണേ. Sn is equal to v0 plus a into n minus half എന്ന് പറഞ്ഞാൽ തിരിച്ചു എഴുതാം n minus half into a. കഴിഞ്ഞു. Sn is equal to v0 plus n minus half into a. ഇതാണ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് 4 എണ്ണത്തിൽ നിന്ന് ഒരു ഡെറിവേഷൻ ആണ്. ഇതിനകത്തുനിന്ന് ഒരു ഡെറിവേഷൻ കൈനമാറ്റിക് ഇക്വേഷൻ ചോദിക്കത്തില്ല, പക്ക പെർഫെക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കും. എല്ലാ ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം ഡെറൈവ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ നേരം കുറേ ഉണ്ട്. ഗ്രാഫുകളുണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്. ഒക്കെ ഈസിയാണ്. റിലേറ്റീവ് വെലോസിറ്റി, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, യൂണിറ്റി പ്ലസ് ഹാഫ് എൻ സ്ക്വയർ, ഗ്രാഫിക്കലി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പഠിക്കാം. പോലെ അടിപൊളിയായിട്ട് പഠിക്കാം, മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ കാണുന്നവരെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് വാല്യുബിൾ ആണ്. പവർ വരട്ടെ. പൗരേഷ് നിർത്തുന്നു. ബൈ ബൈ, സീ യു. ഓക്കെ വാ, അടുത്ത ക്ലാസ് കാണുന്നവരെ എനർജി ആയിട്ടിരിക്കുക, പഠിക്കുക, പഠിച്ചു വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുക. പെട്ടെന്ന് തന്നെ ക്ലാസ് വരുന്നതായിരിക്കും. ഓക്കെ വാ.